ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടാബ്ലൂല് എങ്ങനെ ഗ്രൂപ്പ് ആൻഡ് സെറ്റ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനാദ്യമായിട്ട് ഞാനിവിടെ ഓൾറെഡി ടാബ്ലൂന്റെ ഇന്റർഫേസ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡാറ്റയും ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഷീറ്റ്സ് 9ാമത്തെ ഷീറ്റിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റിലേക്ക് നമ്മൾക്ക് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സം ഓഫ് സെയിൽസ് ഞാൻ എടുത്തിട്ട് കോളത്തിലേക്ക് ഇട്ട്, ദെൻ സബ് കാറ്റഗറി ഇവിടെ ഉണ്ടോ, സബ് കാറ്റഗറിയിൽ എടുത്തിട്ട് റോയിലോട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സബ് കാറ്റഗറിയിൽ ആക്സസറി അപ്ലൈസ് ആർട്സ്. ഈ രീതിയിൽ നമുക്ക് ഇതിനെ കിട്ടി. സം ഓഫ് സെയിൽസ്, അതിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ ആണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി ഈ സബ് കാറ്റഗറീനെ ഞാൻ രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സബ് കാറ്റഗറി റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ക്രിയേറ്റ് എന്നുള്ള കണ്ടില്ലേ, ക്രിയേറ്റ് എന്നുള്ളതായിട്ട് നിങ്ങൾക്ക് എന്താക്കുക, ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ സബ് കാറ്റഗറി ഗ്രൂപ്പ്, ഇവിടെ നിങ്ങൾക്ക് പേര് എന്താണോ പേര്, നമ്മളെ ഗ്രൂപ്പിന് എന്ത് പേരാണോ കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഗ്രൂപ്പ് 5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എനിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ആക്സസറീസ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിനെ ഗ്രൂപ്പിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആക്സസറീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതിന് പേരെന്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പം ഈ ഗ്രൂപ്പിൻ്റെ പേര് ഈ ഗ്രൂപ്പിന് ഞാൻ ഗ്രേറ്റ് എന്ന് കൊടുക്കും. ഏത് പേരും കൊടുക്കാം, നീ കൊടുക്കാതെ വെറുതെ ആക്സസറീസ് മാത്രമുള്ള ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. കൺട്രോൾ പിടിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്തു കോപ്പിയർ വരെ ഞാൻ ടോട്ടൽ 1 2 3 4 5 6 7 8 എണ്ണത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഏത് ഗ്രേറ്റ് ഉള്ള ഗ്രൂപ്പിലേക്ക് 8 എണ്ണത്തെ ആഡ് ചെയ്തു. ബാക്കിയുള്ളതിനെ എനിക്ക് അതേഴ്സ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇൻക്ലൂഡ് അതേഴ്സ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 2 ഗ്രൂപ്പുകളും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റും അതേഴ്സും. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ. അപ്പം സബ് കാറ്റഗറി ഗ്രൂപ്പ് 5 എന്നുള്ള ഒരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരെ എടുത്തിട്ട് കളേഴ്സിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ആൻഡ് അതേഴ്സ് എന്നുള്ള 2 ഗ്രൂപ്പുകൾ കിട്ടി. ഗ്രേറ്റർ ക്ലിക്ക് ചെയ്താൽ അതേഴ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഗ്രേറ്റേഴ്സും അതേഴ്സും. ഓക്കെ, മറ്റേത് അത്. ഇപ്പോൾ 2 ഗ്രൂപ്പാണുള്ളത്, ഗ്രേറ്ററും അതേഴ്സും. അപ്പോൾ ഇത് ഈ ഗ്രൂപ്പിനെ മാത്രം കിട്ടണമെങ്കിൽ സബ് കാറ്റഗറി ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഈ സബ് കാറ്റഗറി ഗ്രൂപ്പിനെ എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയിട്ടു. അപ്പോൾ കണ്ടോ, ഗ്രേറ്റർ ആൻഡ് അതേഴ്സ് 2 ഗ്രൂപ്പായിട്ട് കിട്ടി. മറ്റേത് സബ് കാറ്റഗറിയും കൂടി അവിടെ ഉണ്ടായത് കൊണ്ടാണ് അത് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് കാറ്റഗറി ഗ്രൂപ്പിനെ എടുത്തിട്ട് 5 എടുത്തിട്ട് ഞാൻ കളറിൽ ഇട്ടേക്കുന്നു. കണ്ടോ, അപ്പോൾ ഗ്രേറ്ററിന് കളറ്, ഗ്രേറ്റർ എന്നുള്ള ഗ്രൂപ്പിന് അതിൻ്റെ ടോട്ടൽ സെയിൽസ് ഇവിടെ കിട്ടി, അതേഴ്സ് ഉള്ളത് കിട്ടി. ഇനി അതിങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടോ, അതേഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രേറ്ററിലേക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ, അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ കളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സബ് കാറ്റഗറിയിൽ കളർ എടുക്കുക,
സോറി കളേഴ്സ് എടുക്കുക, എഡിറ്റ് കളർ എടുക്കുക. ഇതിൽ അതേഴ്സിൻ്റെ കളർ എനിക്ക് ഗ്രേ ആയിട്ട് അല്ല ഗ്രീൻ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. രണ്ട് കളറ് മാറി. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൂപ്പിംഗ് പരിപാടിക്ക് പറ്റുന്നത്. പക്ഷേ ഗ്രൂപ്പിംഗ് പരിപാടിയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഹാർഡ് കോഡിംഗ് ആണ്. ഒരു പ്രാവശ്യം ഗ്രൂപ്പ് ചെയ്തത് അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ എന്താവില്ല, സെയിൽസ് മാറിയാൽ ഒന്നും അതിലിപ്പോൾ ഉദാഹരണത്തിൽ ഗ്രൂപ്പ് 5 അതെടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രേറ്റ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്സസറീസ് വരുന്നുണ്ട്. ഓ അതിൽ ഒന്നേ വന്നിട്ടുള്ളൂ അല്ലേ ഗ്രേറ്റിൽ. ഈ ഗ്രേറ്റിൽ ഇപ്പോൾ ഇത് ആക്സസറീസ് മാത്രമേ വന്നുള്ളൂ, മറ്റേത് അതിൽ അപ്ലൈ കൊടുത്താൽ ആയിട്ടില്ല. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ ഗ്രേറ്റിലേക്ക് ബാക്കിയുള്ളതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ആർട്ടിനെ ആഡ് ചെയ്യണ ചെയർ, എൻവലപ്പ്, ഫർണിച്ചർ ഇതിനെ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ടു ഗ്രൂപ്പ് കൊടുക്കും. അപ്പോൾ ഗ്രേറ്റ് രണ്ട് ഗ്രൂപ്പാണുള്ളത്, ഗ്രേറ്റും അതേഴ്സും. ഗ്രേറ്റിൽ ഏകദേശം നേരത്തെ അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. 3, 4, 5, 6, 7, 8, 9. അതേഴ്സിൽ 1, 2, 3, 4, 5, 6, 7, 8. ദെൻ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റ് അതേഴ്സും ഇനി ഒന്ന് ചേഞ്ച് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഗ്രേറ്റ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ അതൊന്ന് എഡിറ്റ് ഗ്രൂപ്പിൽ നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേറ്റിലുള്ളതിൽ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൈസ് രണ്ട് ഗ്രൂപ്പും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ലേബൽസിന് കൂടുതൽ സൈസ് നടന്നാൽ അത് ഗ്രേറ്റ് ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക് വരണം എന്ന് വെക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ ഡാറ്റകൾ മാറ്റുന്നതനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ നടക്കില്ല. അപ്പോൾ അതാണ് ഹാർഡ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. അത് സെറ്റാണ്. ഓക്കെ, സെറ്റ് ഡൈനാമിക് അപ്ഡേഷൻ നടന്നോളും. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. 10 ഷീറ്റ് 10 എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. സം ഓഫ് സൈഡിലെടുത്ത് ഞാൻ റോയിലേക്ക് ഇട്ടു, അല്ല കോളംസിലിട്ടു. ദെൻ സബ് കാറ്റഗറിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്ത് സെറ്റ് കൊടുത്തിട്ട് ഇതിൽ എനിക്ക് വേണ്ടി ടോപ്പ് ബേസ് ആണ് വേണ്ടത്. ജനറൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അവിടെ. ഓക്കെ, ഇത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് വെച്ചാൽ ടോപ്പ് സബ് കാറ്റഗറി സെറ്റ് ടു ടോപ്പ് 5 എണ്ണത്തിൻ്റെ ഇതാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ടോപ്പ് 5 എങ്ങനെയാണ് ടോപ്പ് 5 നോൺ അല്ല ഫീൽഡ് കൊടുക്കുക. ടോപ്പ് 10 ആണ് ഇവിടെ കൊടുത്തത്, അതിനെ നമുക്ക് ടോപ്പ് 5 ആക്കി എടുക്കാം. ഓക്കെ, ദെൻ സം ഓഫ് സെയിൽസ് ടോപ്പ് 5 വരുന്ന ഇതിനെ ഒരു സെറ്റായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇന്നൗട്ട് സബ് കാറ്റഗറി സെറ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്, റോസിലേക്ക് ഇട്ടു. പിന്നെ ഈ സെയിം സംഭവം തന്നെ സോറി ഈ ഇന്നൗട്ട് സബ് കാറ്റഗറി എടുത്തിട്ട് റോസിലേക്കല്ല, നമ്മൾ സബ് കാറ്റഗറി ഇല്ലേ അതിനെടുത്ത് റോസിലേക്ക് ഇടാം. ദെൻ ഇന്നൗട്ട് സബ് കാറ്റഗറി സെറ്റ് ടു ടോപ്പ് 5 എടുത്തിട്ട് കളേഴ്സിലേക്ക് ഇടാം. ഓക്കെ, കളേഴ്സ് ഒന്ന് എഡിറ്റ് ചെയ്ത് കളർ ഒന്ന് എഡിറ്റ് ചെയ്ത് ഔട്ട് മാത്രമാണ് ഇതിൽ വന്നത് അല്ലേ. അപ്പോൾ ഇന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എല്ലാം വെക്കാം. സബ് കാറ്റഗറി റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് സെറ്റ് കൊടുക്കുക. ടോപ്പ് 5
ടോപ്പ് 5 എടുക്കുക, സം ഓഫ് സെയിൽ. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. സം ഓഫ് സെയിൽ ടോപ്പ് 5 ഉള്ളത് നമുക്ക് വേണം. ഓക്കെ, ദെൻ അപ്ലൈ. ഓക്കെ, ഓക്കെ, ഈ നോട്ട് കിട്ടി. സബ് കാറ്റഗറി, നെക്സ്റ്റ് സബ് കാറ്റഗറി എടുത്തിട്ട് റോസിലും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് 5 ഉള്ളതിന് അസെൻഡിങ് ഓർഡറിലേക്ക് സോറി ഡിസെൻഡിങ് ഓർഡറിലേക്ക്. അപ്പോൾ ഈ കണ്ടോ, ഇന്നുള്ളത് ടോപ്പ് 5 ആണ്. ഇന്നു ക്ലിക്ക് ചെയ്താൽ ടോപ്പ് 5ൻ്റെ മാത്രം ഫ്ലിപ്പ് ചെയ്യും. ഏതൊക്കെയുള്ള ഫോണ്, ചെയർ, സ്റ്റോറേജ്, ടേബിള്, വൈൻഡേഴ്സ്. ഇതിനാണ് ഏറ്റവും ടോപ്പ് സെയിൽസ് നടന്നത്. ഔട്ടുള്ള ആൾക്കാർ ബാക്കി റിമൈനിങ് ഔട്ടാണ്. ഔട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് ഇതിൻ്റെ കളർ മാറ്റാൻ നേരത്തെ പോലെ തന്നെ കളർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, ഔട്ട് എന്നുള്ളതിന് ഔട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഏത് കളറാണ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കൊടുക്കുക, റെഡ് ആണെങ്കിൽ റെഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ദെൻ അപ്ലൈ കൊടുക്കുക. ഓക്കെ, കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഓട്ടോമാറ്റിക് ഈ ഡാറ്റകൾ സം ഓഫ് സെയിൽ മാറുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇതേപോലെ സം ഓഫ് സെയിൽ ചെയ്യാം. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആ സെയിം സാധനത്തിൽ തന്നെ ഇതേപോലെ തന്നെ സം ഓഫ് സെയിൽ എടുത്തിട്ട് റോലേഴ്സ് ഇടുക. ദെൻ നമുക്ക് സബ് കാറ്റഗറി എടുക്കുക. സബ് കാറ്റഗറി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റിൽ സെറ്റ് കൊടുക്കുക. സെറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ സബ് കാറ്റഗറി സെറ്റ് 2 എന്നുള്ളത് അത് ഞാൻ 9 ആക്കി കൊടുക്കും. സബ് കാറ്റഗറി സെറ്റ് 9. ടോപ്പാണ് നമുക്ക് വേണ്ടിയത്. ടോപ്പിൽ ഫീൽഡ് കൊടുക്കുക. ഇവിടെ 10 ഉള്ളത് നമുക്ക് ഒരു 7 എന്ന് കൊടുക്കാം. 7 കൊടുക്കുക. സം ഓഫ് സെയിൽസിന് പകരം സം ഓഫ് സെയിൽസ് പകരം പ്രോഫിറ്റ് കൊടുക്കുക. ഓക്കെ, സം ഓഫ് പ്രോഫിറ്റ്, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ട്. അതിനടുത്ത് കളറിലേക്ക് ഇടുക. ദെൻ സം ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത് അല്ല, പ്രോഫിറ്റ് എന്നുള്ളത് സം ഓഫ് പ്രോഫിറ്റ് എടുത്ത് ഇതിലേക്ക് വിൻ ഔട്ട് 2 വന്നു. സോറി, സം ഓഫ് പ്രോഫിറ്റ് അല്ല, അത് തെറ്റിപ്പോയത്. ഇതിൽ നമ്മൾ സബ് കാറ്റഗറിയിൽ എടുത്തിട്ട് റോസിലേക്ക് ഇടും. ഓക്കെ, സം ഓഫ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു. അത് ഒന്ന് അസെൻഡിങ് ഓർഡർ ആക്കിയാൽ മതി. ഇന്ന് വേണ്ട, പ്രോഫിറ്റ് കൂടുതലുള്ള സാധനങ്ങളാണ് ഇത്. സം ഓഫ് സെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. സെയിൽസ് മാറ്റുക, ദെൻ പ്രോഫിറ്റ് റൗണ്ടിൽ കൊടുക്കുക. ഇത് നെഗറ്റീവ് പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ആകുമ്പോൾ നെഗറ്റീവ് വരുമല്ലോ. നെഗറ്റീവ് പ്രോഫിറ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി.